ഹായ് ഇന്ന് പിള്ളേരെ നോക്കി മുറ്റത്തിരുന്നപ്പോഴായിരുന്നു ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കിയത്. ഗായ്സ്, എൻ്റെ കാലെല്ലാം അഴുക്കായി, എൻ്റെ നെയിൽ പോളിഷ് എല്ലാം പോയി. അപ്പം ഞാനിന്ന് റിമൂവ് ചെയ്യാനായിട്ട് വൈപ്സ് എടുത്തപ്പോഴാണ് പിന്നെയും ഞാൻ പണി അത് തീർന്നു പോയി. പക്ഷേ എൻ്റെ വേറെ ഉണ്ടായിരുന്നു. ഞാനിത് മേടിക്കുമ്പോൾ 2-3 ഒരെണ്ണമൊക്കെ ഒന്നിച്ച് മേടിച്ചിരുന്നു. കാരണം മറ്റേ ഈ ലിക്വിഡ് മേടിച്ചിട്ട് പിന്നെ അത് അപ്ലൈ ചെയ്യണേ പഞ്ഞി തപ്പണം, അതിലൊഴിച്ച് തുടയ്ക്കണം. പിന്നെ ഇത് മറിഞ്ഞു പോയാൽ അത് ഫുള്ള് പോകും. ഒന്ന് തുറന്നിരുന്നാൽ ഫുള്ള് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ 2-3 എണ്ണമൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളി ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കും. ഈ ഓയിൽ ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയെടുത്തതാണ് കേട്ടോ. ഒരു ബ്രൈറ്റനിങ് ഓയിലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ കാച്ചിയതായിരുന്നു. ഇത് ഞാനിപ്പം ആദ്യം 1 ലിറ്റർ കാച്ചി, അത് തീർന്നു. ഇതിപ്പോൾ രണ്ടാമത് കാച്ചിയതാണ് കേട്ടോ. അടിപൊളി സാധനമാണ്, സെറ്റാണ് കേട്ടോ. ഞാൻ മുഖത്ത് ഈ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്, ഫുൾ ബോഡി അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് ഡാർക്ക്നെസ് ഒക്കെ കുറവുണ്ടായിരുന്നു, കഴുത്തിൻ്റെ ചുറ്റിൽ ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന റുട്ടീനിൽ ഞാൻ ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ കാലയിലെ കറുത്ത പാടും പിന്നെ എൻ്റെ നഖമൊക്കെ അഴുക്കാകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാലയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഷുഗർ, കോഫി പൗഡർ, പിന്നെ ക്ലിനിക് പ്ലസിൻ്റെ ഒരു ഷാമ്പു. അപ്പോൾ ഈ ഓയിൽ ഒരു 1/4 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെടി നടാൻ പോയി. പിന്നെ വന്നിട്ടാണ് ഞാൻ ഈ സ്ക്രബ് അപ്ലൈ ചെയ്യുന്നത്. 1/2 മണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾക്ക് സമയമുള്ള പോലെയൊക്കെ വെച്ച് കൊടുക്കാം. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ രാവിലെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ വൈകിട്ട് കുളിക്കാൻ നേരമായിരിക്കും ഈ ഒരു സ്റ്റെപ്പ് പിന്നെ അടുത്ത് ചെയ്യുന്നത്. അത്രയും നേരം ആ ഓയിൽ എൻ്റെ കാലയിലിരിക്കും. പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പം എല്ലാ ഭാഗത്തും വളരെ പതുക്കെ. ഞാനിത് ഓടിച്ച് വിടുന്നതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ. അത് മാത്രമല്ല, നമ്മുടെ ഷുഗറിന് തരി കൂടുതലാണ്. ഇട്ട് ഒരച്ച് കാല് മൊത്തം പോറി കീറി വെക്കരുത്. പിന്നെ ഞാനൊരു മുട്ടോളം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കഴുകാം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നേരെ പുറകിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേർ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ ഞങ്ങളുടെ അലുക്കല്ലേ വന്നിട്ട് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഈ നഖത്തിൻ്റെ ഇടയൊക്കെ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഈ ചെടി നടാനും പിന്നെ അയ്യത്തൂടെയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ കാലിൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ചെളിയൊക്കെ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും ഇങ്ങനെ ചെയ്ത് കുളിക്കാൻ നേരം നമ്മൾ നോർമലായിട്ട് എന്നും തേക്കും, പക്ഷേ എന്നും ഇങ്ങനെ ബ്രഷ് ഇട്ടൊന്നും തേക്കത്തില്ല. അപ്പോൾ ഈ ഒരു ദിവസം ഞാനിങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിന്നെ അതും ഒന്ന് വാഷ് ചെയ്തെടുക്കും. ഇതിപ്പോൾ മഴയൊക്കെ പെയ്ത് അലക്കലിൻ്റെ അവിടെ എല്ലാം നാശമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പൈപ്പാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളൊരു പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവും കസ്തൂരി മഞ്ഞളും ബ്രൂവും എടുത്തിട്ട് നമ്മുടെ കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൊലുസ് ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ ഫാൻസി സെൻറ്ററിൽ നിന്ന് മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഊരി വെക്കണം കേട്ടോ. ഇത് പ്യുവർ വെള്ളിയാണ്. അപ്പോൾ ഇതിന് ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഊരി മാറ്റണം. ഇതിന് കളറൊക്കെ പെട്ടെന്ന് ഫെയ്ഡായി പോവേ. അങ്ങനെ ഞാൻ മുട്ടുവരെ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഞാൻ ഓരോ പണി ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണങ്ങുന്നത്രയും നേരം വെറുതെ ഇരിക്കാൻ എന്തോ മനസ്സനുവദിക്കുന്നില്ല. വീണ്ടും ഞാൻ വന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കാലിൻ്റെ കളറിൽ എനിക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.